വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. അഖില മിസ് ആണ്. സോ ഇതാ നമ്മുടെ കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിരുന്നു ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്ട്സ് അല്ലേ. ഇതിനകത്തുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ വാട്ട് ഹാപ്പൻസ് വെൻ എ ബേസ് റിയാക്ട് വിത്ത് എ നോൺ മെറ്റാലിക് ഓക്സൈഡ്. ഒരു ബേസ് ഒരു നോൺ മെറ്റാലിക് ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്നുള്ളത് വിത്ത് ആൻ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ആൻഡ് വാട്ട് ഡു യു ഇൻഫർ അബൌട്ട് ദ നാച്ചർ ഓഫ് നോൺ മെറ്റൽ ഓക്സൈഡ്. നോൺ മെറ്റൽ ഓക്സൈഡിന്റെ നാച്ചർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് അറിയുന്ന കാര്യമാണ്, ഒരു നോൺ മെറ്റൽ ഓക്സൈഡ് എന്ന് പറയുന്നത് നമ്മളുടെ ബേസുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സോൾട്ട് ആൻഡ് വാട്ടർ ആണ് അല്ലെ. സോൾട്ട് ആൻഡ് വാട്ടർ ആണ്. അതായത് ഒരു ന്യൂട്രലൈസേഷൻ റിയാക്ഷന് ഈക്വൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, ഒരു നോൺ മെറ്റൽ ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നാച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അസിഡിക് നാച്ചർ ആയിരിക്കും. അതുകൊണ്ടാണ് അത് ബേസുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടായിരിക്കുന്നത്? നമ്മളുടെ സോൾട്ട് ആൻഡ് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറഞ്ഞു നോക്കാം അല്ലെ. എക്സാമ്പിൾ എന്ന് പറയുന്ന സമയത്ത് ഒരു നോൺ മെറ്റൽ ഓക്സൈഡ് വേണം. അപ്പൊ ഒരു നോൺ മെറ്റൽ ആണ് നമ്മുടെ കാർബൺ എന്ന് പറയുന്നത്. കാർബണിന്റെ ഓക്സൈഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കാം നമുക്ക്. അപ്പൊ CO2 കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന സമയത്ത് അതൊരു നോൺ മെറ്റൽ ഓക്സൈഡ് ആണ്. ഓക്കെ, ഇനി അതെന്ത് ചെയ്യാണ്? ഒരു ബേസുമായിട്ട് റിയാക്ട് ചെയ്യാണ്. ഒരു ബേസ് എന്ന് പറയുന്ന സമയത്ത് ഞാനിവിടെ കാൽസ്യം ഹൈഡ്രോക്സൈഡ് എടുക്കുകയാണ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് CaOH ട്വൈസ് ആണ് കാൽസ്യം ഹൈഡ്രോക്സൈഡിന്റെ കെമിക്കൽ ഫോർമുല. സോ ഞാനത് അവിടെ എഴുതി. ഇനി CO2 CaOH ട്വൈസുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഉണ്ടാവും അവിടെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, അവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സോൾട്ട് ഉണ്ടാവുന്നു അല്ലെ. ആ സോൾട്ട് ഇവിടെ ഏതാണ്? CaCO3 അഥവാ എന്താണ്? കാൽസ്യം കാർബണേറ്റ് ആണ് അല്ലെ. നമ്മൾ കാക്കോ3 എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പഠിച്ചു വെക്കുന്ന നമ്മുടെ CaCO3 കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്ന ഒരു സോൾട്ട് അവിടെ ഉണ്ടാവുന്നുണ്ട്. പ്ലസ് എന്തും ഉണ്ടാവുന്നുണ്ട്? നമ്മളുടെ വാട്ടറും ഉണ്ടാവുന്നുണ്ട്. അതായത് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് നമ്മൾ ഇവിടെ എഴുതുകയാണെങ്കിൽ നമ്മളുടെ CO2 എന്ന് പറയുന്നത് എന്താണ്? ഒരു നോൺ മെറ്റൽ ഓക്സൈഡ് ആണ് അല്ലെ. ഒരു നോൺ മെറ്റൽ ഓക്സൈഡ് ആണ് എന്ത്? നമ്മളുടെ CO2 എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യാണ്? CaOH ട്വൈസ് എന്ന് പറയുന്ന നമ്മളുടെ ഒരു ബേസുമായിട്ട് എന്ത് ചെയ്യുന്നു? റിയാക്ട് ചെയ്യുന്നു. റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവുന്നു? കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സോൾട്ട് ഉണ്ടാവുന്നു. പ്ലസ് എന്തും ഉണ്ടാവുന്നു? വാട്ടറും ഉണ്ടാവുന്നു അല്ലെ. സോ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ നോൺ മെറ്റൽ ഓക്സൈഡ് എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ നാച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, അത് എന്താണ്? അസിഡിക് ആണ് അല്ലെ. അത് അസിഡിക് ഇൻ നാച്ചർ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇതേപോലെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഏരിയയിൽ നിന്ന് തന്നെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ ശ്രദ്ധിക്കുക. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എ ക്ലോസ് സ്ട്രിപ്പ് ഡിപ്ഡ് ഇൻ ഒനിയൻ ജ്യൂസ് ഈസ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് എ ലിക്വിഡ് എഗ്സ് അല്ലെ. ഒരു ലിക്വിഡ് എഗ്സ് എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് എന്ത് യൂസ് ചെയ്യാണ്? ഒനിയൻ ജ്യൂസിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള ഒരു ക്ലോത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നു. ദ ലിക്വിഡ് എക്സ് ചേഞ്ചസ് ഇറ്റ്സ് ഓർഡർ. ലിക്വിഡ് എക്സ് എന്ത് ചെയ്തു? അതിന്റെ ഓർഡർ എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. വിച്ച് ടൈപ്പ് ഓഫ് ആൻ ഇൻഡിക്കേറ്റർ ഈസ് ഒനിയൻ ജ്യൂസ്. ഒനിയൻ ജ്യൂസ് ഏത് ടൈപ്പ് ഇൻഡിക്കേറ്റർ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഏത് ടൈപ്പ് ഇൻഡിക്കേറ്റർ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എന്താ ചോദിച്ചിട്ടുള്ളത്? ദ ലിക്വിഡ് എക്സ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് റെഡ്. ഓക്കെ, ലിക്വിഡ് എക്സ് എന്ത് ചെയ്തു? ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റി അല്ലെ. ബ്ലൂ എന്ന് പറയുന്നത് കളർ എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തിട്ട് റെഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. List the observations the liquid X will show on reacting with the following. അപ്പൊ നമ്മളോട് പറയാണ്, ഈ എക്സ് എന്ന് പറയുന്നത് ഈ താഴെ തന്നിട്ടുള്ള സിങ്ക് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്? സോളിഡ് സോഡിയം കാർബണേറ്റ്. അപ്പൊ സിങ്കും സോഡിയം കാർബണേറ്റും ആയിട്ട് എക്സിന്റെ റിയാക്ഷൻ എന്താണെന്നുള്ളത് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്. അതിന്റെ ഒബ്സർവേഷൻ എന്താണെന്ന് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻസ് ഫോർ ദ റിയാക്ഷൻസ് ഇൻവോൾവ്. അപ്പൊ ഉണ്ടായിട്ടുള്ള ആ ഒരു റിയാക്ഷന്റെ എന്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്? കെമിക്കൽ ഇക്വേഷൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം അല്ലെ. അപ്പൊ ഫസ്റ്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഒനിയൻ ജ്യൂസ് ഏത് ടൈപ്പ് ഇൻഡിക്കേറ്റർ ആണെന്ന. കുറേ ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതിനകത്ത് വരുന്ന ഓൾ ഫാക്ടറി ഇൻഡിക്കേറ്റർ അല്ലെ. ഓൾ ഫാക്ടറി ഇൻഡിക്കേറ്റർ ആണ് ഏത്? നമ്മളുടെ ഒനിയൻ ജ്യൂസ് എന്ന് പറയുന്നത്. അത് ആസിഡിലും ബേസിലും എന്ത് കാണിക്കും? വേറെ വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഡർ എന്ത് ചെയ്യും? കാണിക്കുന്നുണ്ട്. സോ നമുക്ക് അത് എഴുതാൻ പറ്റും. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് ലിക്വിഡ് എക്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്? ലിറ്റ്മസ് പേപ്പർ അല്ലെ. ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമാണ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു
ഒരു ആസിഡ് ആയിരിക്കും അല്ലെ. ഒരു ആസിഡ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ബ്ലൂ ലിറ്റ്മസിനെ അത് എന്താക്കി മാറ്റിയിട്ടുള്ളത്, റെഡ് ആക്കി മാറ്റിയിട്ടുള്ളത്. സോ നമുക്ക് ആ ഒരു ഇൻഫറൻസിൽ അവിടെ എത്താൻ പറ്റും. നമ്മുടെ എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ആസിഡ് ആണ്. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. അതായത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 2 റിയാക്ഷൻസ് ആണ്. ഒന്ന് എന്തായിരുന്നു, ഈ പറഞ്ഞിട്ടുള്ള സിങ്കുമായിട്ടുള്ള റിയാക്ഷൻ ആണ് അല്ലെ. സിങ്കുമായിട്ടുള്ള റിയാക്ഷൻ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആസിഡ്സ് എന്ന് പറയുന്നത് സിങ്ക് പോലെയുള്ള നല്ല റിയാക്ട് ചെയ്യുന്ന നമ്മുടെ മെറ്റലുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിയാക്ഷനിൽ ഏർപ്പെടുന്നുണ്ട്. ആ റിയാക്ഷന്റെ റിസൾട്ട് ആയിട്ട് അവിടെ എന്തൊക്കെ ഉണ്ടാവുന്നുണ്ട് നമുക്കറിയാം അല്ലെ. എന്തൊക്കെ ഉണ്ടാവുന്നുണ്ട്, ഹൈഡ്രജൻ ഗ്യാസ് എന്ത് ചെയ്യും, ഇവോൾവ് ചെയ്യും. ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യും. എന്നിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോൾട്ടും ഉണ്ടായിരിക്കും. സോ നമുക്ക് എഴുതാൻ പറ്റും അല്ലെ എന്താണ് നമ്മുടെ റിയാക്ഷൻ. ഇപ്പൊ നമ്മൾ ഒരു ആസിഡ് ആയിട്ട് നമുക്ക് ഏത് ആസിഡ് വേണമെങ്കിലും എടുക്കാം. നമുക്ക് H2SO4 എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സിങ്ക് ആണ് കയ്യിലുള്ളത്. സിങ്കിലേക്ക് നമ്മൾ H2SO4 എന്ത് ചെയ്യുന്നു, റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. സോ അവിടെ എന്ത് റിയാക്ഷൻ നടക്കും, നമ്മൾ പഠിച്ചു H2 ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവോൾവ് ചെയ്യുന്നുണ്ട് അല്ലെ. ഹൈഡ്രജൻ റിലീസ് ചെയ്യുന്നുണ്ട്. ബാക്കി നമ്മുടെ ZnSO4 അല്ലെ, സിങ്ക് സൾഫേറ്റ് ഉണ്ടാവുന്നുണ്ട്, പ്ലസ് H2 അല്ലെ. നമുക്ക് എഴുതാം H2 ഗ്യാസ് എന്ത് ചെയ്യാണ്, ഇവോൾവ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ ഒരു കാര്യം കിട്ടണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമ്മളോട് എന്താണ്, ഡയറക്റ്റ് ആയിട്ടല്ല ചോദിച്ചിട്ടുള്ളത് അല്ലെ, ഇൻഡയറക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒനിയൻ ജ്യൂസ് ഏത് ടൈപ്പ് ഇൻഡിക്കേറ്റർ ആണ്, അത് സിമ്പിൾ ആണ്. അപ്പൊ അടുത്തത് നമ്മൾ മനസ്സിലാക്കുക, ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ടു റെഡ് ആക്കിന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യുക, യെസ് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുക നമ്മളുടെ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു അസിഡിക് ആയിരിക്കും. അസിഡിക് ആയിട്ടുള്ള ആളായിരിക്കും അല്ലെ, ഒരു ആസിഡ് ആയിരിക്കും. എന്നാൽ മാത്രമേ ബ്ലൂ ലിറ്റ്മസിനെ എന്താക്കുള്ളൂ, റെഡ് ആക്കുള്ളൂ. സോ നമ്മൾ എക്സാമ്പിൾ ആയിട്ട്, അല്ലെങ്കിൽ അത് ആസിഡ് ആണ്, ഏത് ആസിഡ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. നമ്മൾ H2SO4 എടുത്തു. അപ്പൊ സിങ്കുമായിട്ടുള്ള റിയാക്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ. മെറ്റൽസ് എന്താണ്, ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസ് എന്ത് ചെയ്യുന്നു, ഇവോൾവ് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മളുടെ ആൾ ആരായിരുന്നു, ക്വസ്റ്റ്യനിലുള്ള ആൾ ആരായിരുന്നു, സോളിഡ് സോഡിയം കാർബണേറ്റ് ആണ് അല്ലെ. സോഡിയം കാർബണേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, നമ്മളുടെ Na2CO3 ആണ്. അപ്പൊ നമുക്കറിയാം ആസിഡ് കാർബണേറ്റുകളുമായിട്ട്, മെറ്റൽ കാർബണേറ്റുകളുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ത് ചെയ്യുന്നത്, ഇവോൾവ് ചെയ്യുന്നത് അല്ലെ. ഹൈഡ്രജൻ ഗ്യാസ് അല്ല, അവിടെ എന്താണ് ഇവോൾവ് ചെയ്യുക, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലെ. സോ നമുക്കത് എഴുതാൻ പറ്റും. നമ്മളുടെ എന്താണ്, Na2CO3 അല്ലെ, സോഡിയം കാർബണേറ്റ് Na2CO3 ആണ്. അതെന്ത് ചെയ്യുന്നു, ആസിഡുമായിട്ട് H2SO4 എന്ത് ചെയ്യുന്നു, റിയാക്ട് ചെയ്യുന്നു. അപ്പൊ റിയാക്ട് ചെയ്യുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോൾട്ട് ഉണ്ടാവണം. സോ Na2SO4 നമുക്ക് എഴുതാം. പ്ലസ് എന്താണ് റിലീസ് ചെയ്യുന്നു പറഞ്ഞത്, ഏത് ഗ്യാസ് ആണ് ഇവോൾവ് ചെയ്യുന്നു പറഞ്ഞത്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബണേറ്റുകളാണ്. അപ്പൊ കാർബണേറ്റുകളിലേക്ക് ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ അല്ലെ, കാർബണേറ്റുകളും ആസിഡും നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇവോൾവ് ചെയ്യുന്നത്. സോ CO2 ഗ്യാസ് നമുക്ക് എഴുതാം അല്ലെ. പ്ലസ് എന്തും ഉണ്ടായിരിക്കും, H2O അല്ലെ. റിയാക്ഷൻ ചോദിച്ചിട്ടുണ്ട്, കെമിക്കൽ റിയാക്ഷൻ ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തന്നെ എന്ത് ചെയ്യുക, എഴുതുക. സോ Na2CO3 H2SO4 ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് Na2SO4 CO2 ഗ്യാസും H2O ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് എന്ത് ചെയ്തതാണ്, ഇവോൾവ് ചെയ്തതാണ് അല്ലെ. അതുപോലെ നമ്മൾ നേരത്തെ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്തുള്ളത് എന്താണ്, ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്തതാണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഒരു റിയാക്ഷൻ തന്നെയാണ്. ഈ റിയാക്ഷൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഓൾറെഡി നമ്മൾ റിയാക്ടിവിറ്റി സീരീസും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മെറ്റൽസ് ആയിട്ടുള്ള റിയാക്ഷനും അതുപോലെ തന്നെ കാർബണേറ്റ് ആയിട്ടുള്ള റിയാക്ഷൻസും ഒക്കെ എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ ഇവിടെ ഈ ഒരു ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ആസിഡും തമ്മിലുള്ള അല്ലെ, ആസിഡും ആയിട്ടുള്ള റിയാക്ഷൻ ആണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏത് ചാപ്റ്റർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ എന്ത് ചെയ്യാം, ലിങ്ക് ചെയ്യിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു അല്ലെ, ഈസി ആയി എന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്, റൈറ്റ് ദ കെമിക്കൽ നെയിം ആൻഡ് ഫോർമുല ഓഫ് മാർബിൾ. മാർബിളിന്റെ കെമിക്കൽ നെയിമും ഫോർമുലയും ആണ് ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിൾ ആണ്, നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നതാണ്. മാർബിൾ എന്ന് പറയുന്ന സമയത്ത് അത് എന്താണ്, കാൽസ്യം കാർബണേറ്റ് ആണ് അല്ലെ, CaCO3. നേരത്തെ പറഞ്ഞ പോലെ കാക്കോ3 എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. CaCO3 കാൽസ്യം കാർബണേറ്റ്, കാക്കോ3 അല്ലെ. അങ്ങനെയൊക്കെ നമുക്ക് ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് എന്താ ചോദിച്ചിട്ടുള്ളത്, ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ദാറ്റ് മാർബിൾസ് ഓഫ് താജ് are getting corroded due to the development of industrial areas around it. Yes, നമ്മളുടെ താജ്മഹലിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ താജ്മഹൽ എന്ത് സംഭവിക്കുന്നുണ്ട്, കൊറോഷൻ സംഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ട് എന്നാ പറയുന്നത്, ഡ്യൂ ടു ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഏരിയാസ് അറൗണ്ട് ഇറ്റ് അല്ലെ. അപ്പൊ നമ്മളോട് പറയാണ്, എക്സ്പ്ലെയിൻ ദിസ് ഫാക്ട് ഗിവിംഗ് എ കെമിക്കൽ ഇക്വേഷൻ. ഒരു കെമിക്കൽ ഇക്വേഷൻ കൊണ്ട്, ഒരു കെമിക്കൽ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഈ കാര്യം നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അറിയാം അല്ലെ, നമ്മൾ ആദ്യം പറഞ്ഞു, ആദ്യത്തെ ആൻസർ ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ്, CaCO3
CaCO3 അല്ലെങ്കിൽ കാൽസ്യം കാർബണേറ്റ് അല്ലെ, കാക്കോ3 ആണ് എന്ത് മാർബിൾ എന്ന് പറയുന്ന ആള്. ഈ മാർബിൾ കൊണ്ടാണ് ആക്ച്വലി എന്തുണ്ടാക്കിയിരിക്കുന്നത്, നമ്മളുടെ വണ്ടർ ഓഫ് വേൾഡ്സ് അല്ലെ, എന്താണ് ലോകാത്ഭുതങ്ങളിൽ ഒന്നെന്ന് നമ്മൾ പറയുന്ന നമ്മുടെ താജ്മഹൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതായത് താജ്മഹൽ ആക്ച്വലി കെമിക്കലി എന്താണ്, CaCO3 ആണ് അല്ലെ, കാൽസ്യം കാർബണേറ്റ് ആണ്. അപ്പൊ ഇത് ഇന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതിന് കൊറോഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുക. അതായത് ഇതിന്റെ ലെസ്റ്റർ അല്ലെ, അതിന്റെ ആ ഒരു ഷൈനിങ്, അതിന്റെ ആ ഒരു തിളക്കം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടാവും താജ്മഹലിന്റെ ആ ഒരു കളറൊക്കെ എന്ത് ചെയ്തു എന്നാ പറയുന്നത്, ഫെയ്ഡായി മങ്ങിക്കൊണ്ടിരിക്കുക എന്നാ പറയുന്നത്. അപ്പൊ അതിന്റെ റീസൺ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ടത്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് അവിടെയൊക്കെ നല്ല പൊല്യൂഷൻ ആയിരിക്കും അല്ലെ. പൊല്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ ഇവോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ പൊല്യൂഷന് കാരണമാവുന്ന കുറേ ഗ്യാസസ് ഉണ്ട്. നമ്മളുടെ സൾഫറിന്റെ ഓക്സൈഡുകളും നമ്മളുടെ നൈട്രജന്റെ ഓക്സൈഡുകളും ഇതിൽ പ്രധാനപ്പെട്ട ആളുകളാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റെയിൻ വാട്ടറുമായിട്ട് എന്ത് ചെയ്യുന്നു, മിക്സ് ചെയ്യപ്പെടുകയാണ് അല്ലെങ്കിൽ റിയാക്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ എന്തുണ്ടാവുകയാണ്, ആസിഡ് റെയിൻ ഉണ്ടാവുകയാണ്, നമ്മളുടെ ആസിഡ് റെയിൻ ഉണ്ടാവുകയാണ്. ആസിഡ് റെയിന് കാരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആസിഡ് റെയിനിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡും അതുപോലെ തന്നെ നമ്മളുടെ നൈട്രിക് ആസിഡും ആണ്. കാരണം സൾഫറിന്റെയും നൈട്രജന്റെയും ഓക്സൈഡുകളാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ പറഞ്ഞിട്ടുള്ള സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും ഒക്കെ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ആസിഡ് റെയിനിൽ ഉണ്ടാവുന്നത്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള നമ്മളുടെ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടല്ലോ, ഈ സൾഫ്യൂരിക് ആസിഡ് എന്ത് ചെയ്യാണ്, അതായത് നമ്മൾ മഴ പെയ്യുന്ന കൂട്ടത്തിൽ ആ മഴയിൽ എന്തിന്റെ ഇതുണ്ട് എന്നാ പറയുന്നത്, എന്തിന്റെ പ്രസൻസ് ഉണ്ട് എന്നാ പറയുന്നത്, സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസ് ഉണ്ട് എന്നാ പറയുന്നതല്ല, സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസ് ഉണ്ട് അല്ലെ. ആ സൾഫ്യൂരിക് ആസിഡ് എന്ത് ചെയ്യാണ്, നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യുക, നമ്മളുടെ താജ്മഹലിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യാണ്, മഴ പെയ്യാണ് അല്ലെ. ആ മഴയിൻ്റെ അകത്ത് എന്തുണ്ട്, ആ റെയിൻ വാട്ടറിൽ എന്തുണ്ട്, നമ്മളുടെ ആസിഡ് ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ആസിഡ് റെയിനിലുള്ള ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് എന്ത് ചെയ്യുന്നു, നമ്മളുടെ മാർബിൾ ആയിട്ട് അല്ലെ, നമ്മളുടെ മാർബിൾ എന്ന് പറയുന്ന സമയത്ത് ആരാണത്, CaCO3 ആണ്. നമ്മൾ പഠിച്ചു അല്ലെ, മാർബിൾ എന്ന് പറയുന്ന സമയത്ത് CaCO3 ആണ്. അതുമായിട്ട് എന്ത് ചെയ്യുന്നു, റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ റിയാക്ട് ചെയ്തിട്ട് നമ്മളുടെ കാൽസ്യം കാർബണേറ്റ് CaCO3 എന്തായിട്ട് മാറുകയാണ്, കാൽസ്യം സൾഫേറ്റ് ആയിട്ട് CaSO4 ആയിട്ട് മാറുകയാണ്. അതായത് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണ്. അങ്ങനെയാണ്, അതായത് മാർബിൾ എന്ത് ചെയ്തു എന്ന് പറയാം നമുക്ക്, മാർബിളിന് കൊറോഷൻ സംഭവിച്ചു അല്ലെ, മാർബിൾ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ താജ്മഹലിന്റെ കളറൊക്കെ ഫെയ്ഡ് ആവാൻ എന്ത് ചെയ്തിട്ടുള്ളത്, കാരണമായിട്ടുള്ളത്. അപ്പോൾ ഒരു കെമിക്കൽ ഇക്വേഷൻ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യം അറിയെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാം അല്ലെ. മാർബിൾ എന്ന് പറയുന്ന സമയത്ത് അത് ആരാണ്, നമ്മളുടെ CaCO3 ആണ് അല്ലെ. CaCO3 ആണ് ആര്, നമ്മളുടെ മാർബിൾ എന്ന് പറയുന്നത്. അപ്പൊ ആസിഡ് റെയിൻ ആണ് കാരണക്കാരൻ അല്ലെ. അപ്പൊ ആസിഡ് റെയിൻ എന്ന് പറയുന്ന സമയത്ത് അതിനകത്തുള്ള ആരാണ്, സൾഫ്യൂരിക് ആസിഡ് H2SO4 ആണ്. അപ്പൊ കാൽസ്യം കാർബണേറ്റും H2SO4ഉം കൂടെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവുകയാണ്, കാൽസ്യം സൾഫേറ്റ് ഉണ്ടാവുകയാണ്, CaSO4 ഉണ്ടാവുകയാണ്. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു. നമുക്കറിയാം അല്ലെ, ആസിഡും കാർബണേറ്റുകളും തമ്മിൽ റിയാക്ട് ചെയ്യും. തൊട്ട് മുന്നേ പോലും നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ, അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവോൾവ് ചെയ്യുന്നുണ്ട്, അതുപോലെ H2O ഉണ്ടാവുന്നുണ്ട്. ആ ഒരു റിയാക്ഷൻ തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് മാർബിൾ എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ്. അപ്പൊ ആസിഡ് റെയിൻ എന്ന് പറയുന്ന സമയത്ത് അതിനകത്തുള്ള സൾഫ്യൂരിക് ആസിഡുമായിട്ട് എന്ത് ചെയ്യുന്നു, റിയാക്ട് ചെയ്യുന്നു. കാൽസ്യം കാർബണേറ്റ് എന്തായി മാറുന്നു, കാൽസ്യം സൾഫേറ്റ് ആയിട്ട് മാറുന്നു. അങ്ങനെയാണ് നമ്മുടെ മാർബിളിന് എന്ത് സംഭവിക്കുന്നത്, കൊറോഷൻ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് അല്ലെ, 3 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ആ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.